എൻ്റെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ ഒഴിവാക്കൂല. പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിൻ്റെ ഹാദിമായി. അന്നോ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേൽ ഞാനെന്ത് മാദിഹായ്. റൗളയിൽ പോകാനോ ഖൽബ് നന്നല്ല, തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല, നീറിപ്പുകയും മനസ്സല്ലാതില്ല, എണ്ണിപ്പറയുവാൻ തെറ്റല്ലാതില്ല. കരഞ്ഞു തളർന്നു പകലിരവുകൾ കൊഴിഞ്ഞു പോയല്ലോ, പാദം പുൽഗണം കൊതിയല്ലോ. അല്ലാഹുവേ നീ സ്വീകരിക്ക റഹ്മാനെ. ഒരു പാട്ടിൻ്റെ ഒരു കാപ്പി കുടിക്കും. ബിസ്മില്ല. എന്നാണ്ട് ചൂടുണ്ടോ? എന്നിട്ട് രസമുണ്ടോ? എന്താ അനുസാരി സാഹിബ് എന്താ ഒന്നും വേണമെന്ന് പോലും ചോദിക്കാൻ തട്ടി ഇറക്കാന്നെ. ഒരു 3 സലാത്തില്ല, 3 സലാത്ത് ടേസ്റ്റ് നോക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആഹാ മാഷാ അല്ലാ, നല്ല കാപ്പി കേട്ടോ. അൽഹംദുലില്ലാ, നല്ല രസം. അൽഹംദുലില്ലാ, തൊണ്ടൊക്കെ അങ്ങനെ കത്താണ്. അങ്ങനെ ഈ പ്രസംഗിക്കുന്ന സമയത്ത് ഇതങ്ങനെ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. ഞാനിങ്ങനെ അത് കുടിക്കില്ല, കാരണം ഈ കുടിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ സാധനം വരും, അതുകൊണ്ടാ. പക്ഷെ എന്നാലും ഇന്നിപ്പോൾ അങ്ങനെ കുടിക്കുമ്പോഴേ അൽഹംദുലില്ലാ നല്ല സുഖം. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ സദസ്സിലേക്ക് എല്ലാവർക്കും കാപ്പിയും ബിസ്ക്കറ്റ് നൽകിയ സഹോദരന് വേണ്ടി ദുആ. എന്താ പിന്നെ ദുആ ചെയ്യാതെ? അല്ലാഹുവേ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, പടച്ചവനെ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹു അദ്ദേഹത്തിന് എല്ലാ ഖൈറും നിഅമത്തും നീ കൊടുക്കണേ റബ്ബേ. ഒരു ബുദ്ധിമുട്ടും വിഷമവും കൊടുക്കല്ലേ അല്ലാ. ഈ സഹകരണം, ഈ ഒരു പൊരുത്തം, ഈ ഒരു മനസ്സ് റബ്ബേ എല്ലാ കാലത്തും നീ നിലനിർത്തണേ അല്ലാ. ആമീൻ ആമീൻ ആമീൻ. അൽഹംദുലില്ലാ, വലിയ സന്തോഷം. ഒരാളെ ഉള്ള കാപ്പി കൊടുക്കാൻ. കാപ്പി എന്താ സ്പീഡ് പോരല്ലോ കാപ്പി കൊടുക്കാൻ? ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ആൾ വേണോ? വരുമ്പോൾ നാളെ ആവും, ചെറിയെന്ന് വരണം. അല്ലാ പടച്ചോനെ ഉണ്ടോ? ഷഫീഖ്, അതാ സെക്രട്ടറി ഇല്ലേ ഷഫീഖ്? ഷഫീഖ് ആരുമില്ലേ വേറെ? രണ്ടുപേർ ചെല്ലേ, അബ്ബാസും സുബൈറൊക്കെ ഇറങ്ങി വാ. അല്ല അതൊക്കെ ഉണ്ടാവും, അങ്ങനെ ഏതെങ്കിലും രണ്ടുപേരുണ്ടാവുമല്ലോ. മാഷാ അല്ലാ, വേഗാവട്ടെ, സ്പീഡായിക്കോട്ടെ. ബിസ്മില്ലാ. അപ്പം ഞാൻ ബാക്കി പറയാം, സമയം നഷ്ടപ്പെടുത്തണ്ട. ബാക്കി പറയാം. 11:30 മണിക്ക് ദുആ ചെയ്തൂടെ? അല്ലേ? 11:30 ദുആ ചെയ്യും. 11:30 ദുആ ചെയ്യും. ചെറിയൊരു പൈസ എൻ്റെ ഇടയ്ക്ക് പിരിക്കണം, അതിന് കുറച്ച് 10 മിനിറ്റ് വേണം. എന്നാലും 2 കാര്യം കൂടെ വേഗം ഒന്ന് പറയാം. രണ്ടാമത്തത്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ശൈത്താൻ ഒരാളെ ഇങ്ങനെ ട്യൂൺ ചെയ്ത് അങ്ങനെ കൊണ്ടുവരും. യുവാക്കളോട് പറഞ്ഞാൽ അറിയാം, ഒരു പെണ്ണിനെ ഇങ്ങനെ വശീകരിക്കാൻ നിങ്ങൾ എന്തൊക്കെ തന്ത്രങ്ങളാണ് ഉപയോഗിക്കുക. താത്തമാരും മോശമല്ല, അവരും തിരിച്ചുപയോഗിക്കും. പെൺകുട്ടികൾ പുലികളാണ്, പുലികൾ. നിങ്ങൾ മോശമല്ല. അപ്പൊ അതിന് കുറെ പടികൾ ഉണ്ടാവും അല്ലേ? ഇന്ന് സമദാനി സാഹിബ് പ്രസംഗിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, കുളിർകാറ്റടിക്കുമ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വരികയാണ് പ്രിയേ. കാറ്റടിക്കുമ്പോൾ ഓർക്കാൻ മാത്രമുള്ള സുഹൃതങ്ങളുണ്ടോ നമ്മുടെ നാട്ടിൽ? അങ്ങനെ കേട്ടുപോയതാണ്. അങ്ങനെ കേട്ടപ്പോൾ ഒരു രസം ഇങ്ങനെ തോന്നിയതാണ്. അപ്പോ അതിന് പടവുകളായിട്ട് ഇങ്ങനെ പുറകെ നടന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹിലെ വർഷങ്ങളോളം പുറകെ നടക്കും. ഇന്നൊരാള് കഞ്ചാവ് ഉപയോഗിക്കുന്നെങ്കിൽ പള്ളിക്കുറ്റിയിൽ അവനെ അതിലേക്ക് വരുത്താൻ എത്ര കൊല്ലം കൊണ്ട് മൂപ്പര് പണിയെടുത്തിട്ടുണ്ടെന്നറിയോ? നമ്മളാണ് ഒരാളെ പുറകെ പോയിട്ട് അവനെ നിസ്കരിക്കാനും വല്ല കളഞ്ഞിട്ട് പോവാ, അങ്ങനല്ല. എത്ര കാലമാണ് പുറകെ നടന്നത്? അങ്ങനെ നടന്നവനെ കൊണ്ടുവരും. പക്ഷേ
ഇന്നല്ലദീന തഖൗ അല്ലാഹുവിൽ തഖ്വയുള്ളവരാണെങ്കിലോ, തഖ്വ എന്ന് പറഞ്ഞാൽ എവിടെയും 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 അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കഴിയുന്നവരാണെങ്കിലോ, ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്താൻ, ശൈത്താന്റെ ഒരു ചെറിയ ലാഞ്ചന കണ്ടാൽ തന്നെ ഓർമ്മയാവും. ശൈത്താന്റെ ചെറിയൊരു ലാഞ്ചന. മോള് കോളേജിൽ നിന്ന് വരികയാണ്, മുഖം കണ്ടപ്പോ വാപ്പാക്ക് പിടികിട്ടി എന്തോ ചെറിയ ഹറാമിയത്ത് നടന്നിട്ടുണ്ട്. അത് വാപ്പാക്ക് കാണാൻ അറിയാൻ പറ്റും. ഈമാനുള്ള വാപ്പാക്ക്, തഖ്വയുള്ള വാപ്പാക്ക് അറിയാൻ പറ്റും. ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്താൻ. നേരെ മോളെടുത്ത് റൂമിലേക്ക് ചെല്ലും, തന്ത്രപരമായി അത് പിടിച്ചെടുക്കും. വാപ്പാക്ക് അതിന് കഴിയും. വാപ്പമാർ മക്കളുമായി അങ്ങനെ, പ്രത്യേകിച്ച് പെമ്മക്കളുമായി അങ്ങനെ സുൽഹായിട്ട് ഇടപെടണം. പെമ്മക്കളെ ആട്ടി ഓടിക്കരുത്, അവരെങ്ങനെ ചേർത്ത് നിർത്തി എല്ലാ രഹസ്യങ്ങളും വാപ്പയോട് അവർ പറയണം. സർവ്വ രഹസ്യങ്ങളും പറയണം, ഒന്നും ബാക്കി വെക്കരുത്, മറക്കരുത്. അങ്ങനത്തെ വാപ്പയാകണം നിങ്ങൾ. ഇന്നത്തെ കാലത്ത് അത് പറയാൻ പേടിയാ. സ്വന്തം മോളെ മാനഭംഗപ്പെടുത്തുന്ന കാലം. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്താൻ തദക്കറൂ, അപ്പൊ തന്നെ അവർക്ക് ബോധമുണ്ടാവും, അപ്പൊ തന്നെ അവരതിൽ നിന്ന് മാറും, പിന്നെ അവരതിലേക്ക് പോകൂല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ തലേ രാത്രിയില് തെണ്ടുകൾക്കരികിലൂടെ നടന്നു പോകുമ്പോ സുജൂദിൽ കിടന്ന് കരയുന്ന സഹാബത്തിനെ കാണുകയാണ്. കൂടെ വരുന്ന ആളിനോട് പറയുന്നു, ഇതാണ് നമ്മുടെ വിജയം, ഇതാണ് നമ്മുടെ വിജയം. പള്ളിക്കുറ്റിയിലെ പെങ്ങളെ, നമുക്ക് നഷ്ടമായി പോയത് അതാണ്. അങ്ങനെ ഒരു വിജയത്തിന്റെ അടയാളം നമുക്കില്ല. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് വസുഇല അനി തഖ്വ, തഖ്വയെ കുറിച്ച് ചോദിക്കുകയാണ്. രണ്ടാമത്തെ മരുന്ന്, ഇബ്ലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ മരുന്ന് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ തഖ്വയെ കുറിച്ച് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. കല്ലും മുള്ളും നിറഞ്ഞ കുപ്പിച്ചില്ലും നിറഞ്ഞ വഴിയിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുന്നത് പോലെയാണ്, ഒരു മനുഷ്യൻ നടന്നു പോകുന്നത് പോലെയാണ്. ആ മനുഷ്യൻ നടന്നു പോയാ ശ്രദ്ധിക്കും, അത് കാലിൽ കൊള്ളുവോ, വേദനിക്കുമോ, നൊമ്പരം വരുവോ, അങ്ങനെ ശ്രദ്ധിച്ച് ജാഗ്രതയോടെ പോകും. അതാണെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. തഖ്വ രണ്ട് വിധത്തിലാണ്. ഞാൻ ചുരുക്കി പറയാണ്, സമയമില്ല. തഖ്വ രണ്ട് വിധത്തിലാണ്. ഒന്ന് തഖ്വൽ ഖൽബാണ്, രണ്ട് തഖ്വൽ ഖാലിബാണ്. തഖ്വൽ ഖാലിബ് എന്ന് പറഞ്ഞാൽ തൊപ്പി, നിസ്കാരത്തഴമ്പ്, നല്ല വസ്ത്രം, പർദ, മക്കന, സഹോദരിമാർക്ക് ഇവിടെ തസ്ബി, ഇവിടെ തസ്ബി, ഇവിടെ തസ്ബി, ഇവിടെ തസ്ബി. എന്നിട്ട് ചുണ്ടിൽ ലിപ്സ്റ്റിക് ഉണ്ടാവും. പുതിയ ലിപ്സ്റ്റിക്കാണ്, താഴെ ഒരു കളർ, മുകളിൽ ഒരു കളർ, എന്നിട്ട് രണ്ടും കൂടെ ഇങ്ങനെ ആക്കിയിട്ട് ഒറ്റ കളർ. കണ്ടോ, ചിരിക്കാനുണ്ടോ? എല്ലാം ഇതിൻ്റെ ആളാ. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് പുതിയൊരു കളർ. അല്ല, അവർക്ക് കാണാൻ പറ്റുമോ? സ്ക്രീൻ ഉണ്ടോ? അപ്പൊ ഈ സാധനം ഇങ്ങനെ ചെയ്യലുണ്ട്. അതിട്ട് മിക്സ് ചെയ്തിട്ട് ഒറ്റ കളറാക്കും. അപ്പോ ഇതൊക്കെ ചെയ്യും. കയ്യിൽ തസ്ബീഹ് ഉണ്ടാവും, ഒരു കുറവുണ്ടാവൂല. അവിടെ മക്കനെ, ഇവിടെ മക്കനെ, അവിടെ കറുപ്പ്, ഇവിടെ കറുപ്പ്, ഇവിടെ കെട്ട്, എല്ലാം ഉണ്ടാവും. ഈ സാധനം ഉണ്ടാവും, പിന്നെ വേറെ പലതുണ്ടാവും. അപ്പൊ എല്ലാം കൂടി അങ്ങനെ ഒരുമിച്ചാണ്. അങ്ങനല്ല, നമുക്ക് അങ്ങനെ ഒരു 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 രീതിയാണ് ഉള്ളതെങ്കിൽ അതിന്റെ പേരാണ് തഖ്വൽ ഖാലിബ്. പുറമേ ഉള്ള തഖ്വ. കണ്ടാൽ എന്തോ ഒരു മാന്യനായ മനുഷ്യനാ, അയാളെ വസ്ത്രവും അയാളെ സംസാരവും ഒക്കെ കണ്ടാൽ സൂപ്പറാണ്. പക്ഷെ അകത്ത് ഉൾക്കാനത്തിന് പറഞ്ഞ ചേച്ചിയെ കാണാനുള്ള വെപ്രാളാണ്. അകത്ത് കിടക്കുന്നത് വേറെയാണ്. പുറമെ കണ്ടാൽ ഉസ്താദിനോടൊക്കെ ഒന്ന് സംസാരിക്കണ കണ്ടാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സിയാദ് മന്നാനിയല്ലേ? അദ്ദേഹം അതെ. അല്ലോ, എന്താ ശബ്ദം? അതെ. നിങ്ങൾ അന്നത്തെ ജുമാ പ്രസംഗം ഉണ്ടല്ലോ, ഓ എന്നാ പ്രസംഗമായിരുന്നു മോലാരാ, പൊളിച്ചില്ല. ഇങ്ങനെ ഒരാൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ നമ്പർ 1 ഫിത്ന അയാളാ. ആ മനുഷ്യനെ സൂക്ഷിച്ചാൽ ചുരുങ്ങിയത് 5 കൊല്ലം ഇയാൾക്ക് പള്ളിയിരിക്കാം. തമാശ പറഞ്ഞതല്ല, നിങ്ങൾ എഴുതി വെച്ചോ. ഇരുന്ന പള്ളിയിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹം കൊണ്ടാ മാറിയിട്ടുള്ളത്. ഇത് അനുഭവ, പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യമൊന്നുമല്ല.
ഇതൊക്കെ ഇതിന്റെ ഒരു ടെക്നിക്കാണ്. ഇബ്ലീസ് എന്ന് പറയുന്ന ആള് ചായക്കച്ചവടത്തിന് പോയിരിക്കല്ല, അവന്റെ ഒറ്റ പണി അവനുള്ളൂ, നിങ്ങളെ പിടിക്കുക. ഒരേ ഒരു പണിയേ ഉള്ളൂ, അത് പിടിക്കും അവൻ. അള്ളാഹു നീ കാക്കണേ പടച്ചോനെ. അതുകൊണ്ട് പുറമേ ഇങ്ങനെ കാണുമ്പോ നല്ല രസാ, ആ തഖ്വയിൽ കാര്യമില്ല. തഖ്വൽ ഖൽബ് വേണം. തഖ്വൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്, പറയാൻ സമയമില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആദരവ് ഹൃദയത്തിൽ നിന്ന് വരും. ഖുർആൻ കാണുമ്പോ, സദസ്സ് കാണുമ്പോ മുത്തുനബി മുഹമ്മദ് മുസ്തഫ കണ്ടോ തഖ്വയുള്ളൊരു സലാത്ത് അങ്ങനെ ചൊല്ലും. എന്താ ചൊല്ലാത്തെന്ന് ചോദിക്കണ്ട. ഞാൻ ആ തഖ്വ വരാൻ വേണ്ടി പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ഒരു ശൈലിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ചൊല്ലിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ്, അവർ പെട്ടുകൊണ്ടാന്ന് എഴുതിയിട്ടാണ്. വല്ലാത്ത പിണക്കുണ്ടാവൂലേ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്? വല്ലാത്ത പിണക്കുണ്ടാവും, വല്ലാത്ത അകൽച്ച ഉണ്ടാവും. അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ എങ്ങനെ അങ്ങോട്ട് പോയാൽ എന്താ പ്രശ്നം? അങ്ങനെ എന്ത് രസാണ്. അപ്പൊ ഇതാണ് ഹൃദയത്തിന്റെ തഖ്വ. പുറമേ കാണിക്കുന്നവരല്ല, അത് ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ വരും, ഓട്ടോമാറ്റിക്കലി അത് ഉണ്ടായിക്കോളും. വാങ്ങു വിളിക്കുമ്പോ അത്ര ശ്രദ്ധ, ജാഗ്രത, അങ്ങനെ എല്ലാം മാറ്റി, എല്ലാ ചർച്ചയും മാറ്റി അവസാനിപ്പിച്ച് അതിന്റെ ചോട്ടിൽ എങ്ങനെ കേട്ടിരിക്കും. ചിലരിങ്ങനെ കരയും. അതാണ് തഖ്വ. ഖുർആൻ എടുക്കാൻ ചിലര് പള്ളിയിൽ നിന്ന് ഖുർആൻ എടുത്തോണ്ട് പോകണണ്ടാ തോന്നും, ആ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തോണ്ട് പോവാണ്. ഇങ്ങനെ പോവാ, ഇങ്ങനെ വീശി. ഉസ്താദ് സുഖാണോ? വീട്ടിൽ പോട്ടെ, എന്നാ ഉണ്ട് വിശേഷം? അങ്ങനെ ഖുർആനാ കയ്യിലിരിക്കണത്. ഈ സാധനം അങ്ങനെ ആട്ടാൻ പാടില്ല. ഖുർആൻ ഇങ്ങനെ വെക്കണം, നെഞ്ചിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അള്ളാഹിന്റെ പള്ളിയിലെ ഖുർആൻ. ആദരവുള്ള മുഅ്മിൻ, തഖ്വയുള്ളവൻ അതാണ് ചെയ്യുള്ളൂ. തഖ്വയുള്ളവന്റെ സലാം, തഖ്വയുള്ളവന്റെ സ്വതക്ക, തഖ്വയുള്ളവന്റെ ഇബാദത്ത്, തഖ്വയുള്ളവന്റെ എല്ലാം ഒരു പുതിയ ചന്തമായിരിക്കും. അതുകൊണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവനൊന്ന് വലയെറിഞ്ഞിട്ട് അവനെ ഒന്ന് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചാ, ത്വായിഫും മിനശ് ശൈത്താനി തദക്കറൂ ഫഇദാഹും മുബ്സിറൂൻ. അപ്പൊ അവന് ബോധം വരും, അല്ലാഹ് ചെയ്യാൻ പാടില്ല റബ്ബേ. പെട്ടെന്ന് ചില ആളുകൾ കണ്ടിട്ടില്ലേ, അങ്ങനെ നടന്നു പോകുമ്പോ അറിയാതെ കാലിച്ചവിട്ടി അസ്തഗ്ഫിറുല്ലാഹ് പൊറുക്കണേ ഉണ്ടോ? എന്താ തഖ്വയുള്ളോണ്ടാ? അല്ലെങ്കിൽ അങ്ങനെ ഇല്ല, ചെറുതായിട്ടൊന്ന് ചവിട്ടിപ്പോയാ സോറി കേട്ടോ പൊറുക്കണം, അറിഞ്ഞില്ല, തിരക്കുണ്ടാകുമ്പോ അങ്ങനെ ചെയ്യൂലേ? അങ്ങനെയാണ്. അല്ലാതെ ഒരാളിങ്ങനെ കാപ്പി വാങ്ങാൻ വേണ്ടി എഴുന്നേറ്റ് അങ്ങോട്ട് പോയി ബാക്കിൽ ഇരുന്നൊരുത്തൻ കസേര മാറ്റി വെച്ചു കാപ്പിയും കൊണ്ട് തറ കിടക്കണം. സോറി കേട്ടോ പൊരുത്തപ്പെടണമെന്നല്ല, അവൻ എഴുതി മുക്കാൻ ഉണ്ടാക്കി വരണം തരും. നിന്നെ തഖ്വ ഈമാനും തറ കിടക്കും. നമ്മളിതിങ്ങനെ ആലോചിച്ച് നോക്കേ, നമ്മൾ ഒരാളെ ഒരു ബുദ്ധിമുട്ട്, ഒരു മാനസിക പ്രയാസം, ആരും പോകുന്നില്ലല്ലോ, മതി ഞാൻ പറയാം. അപ്പൊ അങ്ങനെ എല്ലാത്തിനോടും ഒരു ബഹുമാനം.